ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എഡിക്റ്റ് മോൺസ്റ്റർ എഡിക്റ്റ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് FC മൊബൈലാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ചിലവർ കളിക്കുന്നു, ചിലവർ കളിക്കണില്ല. കളിക്കാത്തവരോട് മസ്റ്റ് കളി കളിക്കണം. നല്ല ഫൺ ഗെയിമുണ്ട്, കുറച്ച് എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. ഞാൻ അത്ര പ്രോ ഒന്നുമല്ല, ഇതിൽ ചെറിയൊരു പ്രോ, അതിൻ്റെ കുറച്ച് നൂബ് അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കാൻ കാരണം എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞതാണ്, ഇങ്ങനെ FC മൊബൈലുണ്ട് ബ്രോ, അത് കളിച്ചാൽ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ഇങ്ങനെ മറ്റേ ഒരു നെറ്റ് ചെയ്ത ഗെയിം ഉണ്ടല്ലോ അതൊന്നും. പക്ഷേ ഇത് മനസ്സിലായത് FC മൊബൈൽ ഒരു ഫുട്ബോൾ ഗെയിമാണ്. ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്, കളിക്കാരൻ, കുറച്ച് ഫുട്ബോളോട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനും കളിക്കാൻ തീരുമാനിച്ചപ്പോൾ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ഗൈസ്. എല്ലാവർക്കും പറഞ്ഞൊരു ഗൈസ് ഫോൺ ലോക്കായിപ്പോയി, ഓഫായിപ്പോയി. സോറി, നിങ്ങൾ ഓവർ വെറുപ്പിക്കുന്നില്ല. ഉടനെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടിക്കുക. നെറ്റ്വർക്ക് കണക്ഷനാണ്. ഓ മൈ ഗാഡ്, എന്താ പറ്റി ഗൈസ്? നിങ്ങൾ ഉടനെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വെരി ബോറാണ് ഞാൻ ഗൈസ്. മിക്കപ്പാട് കളിക്കാനൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നത്. എല്ലാവരും പറയും ഞാൻ വലിയ പ്രോ ആണെന്നോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വലിയ ന്യൂ പ്ലെയറാണ്. നമുക്കാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് കണ്ടാൽ മനസ്സിലാക്കുക. 96 അങ്ങനെ എന്തോ, 96 ഇവിടെ കൂടുതലാണ് വെറുതെ. ഇത് ക്വസ്റ്റിൻ്റെ ടൈം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു എനിക്ക് അറിയത്തുന്നില്ല. എന്നാലും വോയിസ് വേണം ജേഴ്സി നമ്പർ 2. എനിക്കറിയില്ല വിച്ച് സ്ട്രൈക്കർ സ്കോർ ഡബിൾ ഡിജിറ്റൽ മൾട്ടിപ്പിൾ സീസൺ. സുഭാൻജി ജേഡ. അത് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചു. അപ്പോൾ ഇതാണ് കാണിക്കണത്. ലോഡായതുകൊണ്ട് കിട്ടിയില്ലാണോ? ഇവർക്കൊരു കുറച്ച് തോന്ന ടൈമിൻ്റെ ഒരു തരുത്തില്ലെങ്കിലും നിൽക്കുന്നു. ഇങ്ങനെ ഒരു ബോറ്. വാ, 3 സ്പിൻ കിട്ടി ഗൈസ്. 3 സ്പിൻ. അപ്പോൾ വാച്ച് നമുക്ക് സ്പിൻ ചെയ്തോല. എത്ര ദിവസമുണ്ട് ഗൈസ് ഇത്? ഒരു 14 മണിക്കൂറുണ്ടല്ല. ഫസ്റ്റ് സ്പിൻ. ഞാൻ ഇനി കുറേ സ്പിൻസ് ഇങ്ങനെ കിട്ടിയത് അനക്കില്ല. ഞാൻ ബിസ്മിയൊക്കെ ചെല്ലുന്നുണ്ട് കാരണക്ക് കിട്ടണേ. പ്രോ പ്ലെയറിനെ എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഞാൻ പ്രോ പ്ലെയറിന് വേണ്ടി എല്ലാ സ്പിൻസ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് വെക്കാം. അപ്പോൾ അതായത് ഞാൻ ഡ്രാഫ്റ്റിന് ബാക്ക് അടിച്ച് ചിലവർക്ക് വരില്ല. നമുക്കിങ്ങനെ ടൈം അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഇവരൊക്കെ സെലക്ട് ചെയ്ത് എക്സ്ചേഞ്ച് ബട്ടണൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. എത്രയാണ് അങ്ങനത്തെ വിട്ടിട്ടുണ്ട്, എത്രയൊന്നും എനിക്കറിയില്ല. ബൈനട്ട് നോക്കണം. ഈസ്റ്റർ അതൊക്കെ എപ്പോൾ കഴിഞ്ഞ് വെച്ചാണ്. സോറി, എനിക്കത്ര വലിയ പ്രോ ആണെന്നൊന്നും, അങ്ങനെ പ്രോ അല്ല ഞാൻ, പക്ഷെ എന്നാലും കളിക്കും. ഞാൻ കുറച്ചേരത്തിന് ഉണ്ടായിരിക്കുകയാണ്, കാരണം ഇന്നിങ്ങളിൻ്റെ മുഖത്ത് കയറി വെച്ചിട്ട്. സോറി, ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ കോൺഫിഡൻറ്റ് പറ്റി പർച്ചേസ് ഓക്കെ.
സോറി സോറി പിന്നെ ഞാനിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല, ഒരു കളി കളിക്കാം നമുക്ക്. കണ്ടിന്യൂ എന്നിട്ട് നമുക്ക് കളിയുടെ കാര്യത്തിലേക്ക് കടക്കാം. കണ്ടിന്യൂ കുറച്ച് ഇതാണ് ഹെഡ് വരച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മാച്ചാണ് ഞാൻ ഇന്ന് കളിക്കുന്നത്. പ്ലെയർ ആണെന്ന് തോന്നുന്നു. വെരി പ്രോണ് പറഞ്ഞില്ല, ഞാൻ നെഗറ്റീവ് പ്രോ ആണ്. ഒരു സ്ത്രീ വെക്കിയത് എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല, കാരണം ഞാനിങ്ങനെ കളിക്കാത്തൊരു പ്ലെയറാണ്. എനിക്കത്ര സ്കിൽസൊന്നും അറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോറിംഗ് ആയിട്ടാണ് എൻ്റെ പ്ലേയിങ് എപ്പോഴും വരാറ്. ഞാനിന്നിങ്ങനെ എന്തിനാണ് ഞാനേ ചെറിയ പണി നോക്കിയതാണ്. പണി വെച്ചാൽ അങ്ങനത്തെ ഒരു പണിയൊന്നുമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അവൻ നല്ല അറ്റാക്ക് പ്ലെയറാണ്. അറ്റാക്കിങ് ടെക്നോളജി ഉള്ളൊരു അയ്യോ സോറി എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ് എന്നോട് പറയുന്നത്. സോ ഞാൻ ഇടക്കിടക്ക് അങ്ങനെന്തെങ്കിലും ബാഡ് വേർഡ് പറയുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കമൻറ്റ് ചെയ്യണം, കാരണം എനിക്കത്ര പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഞാൻ അറിയാതെ ബാഡ് വേർഡ് പറയാറുണ്ട്. അപ്പോൾ ഈ ബാഡ് വേർഡ് നിങ്ങളൊന്ന് എനിക്ക് അഥവാ പറയുകയാണെങ്കിൽ മാത്രം. പിന്നെ ഞാനത്ര വലിയ പേരൊന്നുമല്ല ഗൈസ്. ഇപ്പം ഒരു ചെറിയ പ്ലാനിങ് സിസ്റ്റമൊക്കെ ഉണ്ട്, അത്ര തന്നെ. പിന്നൊരു കാര്യം, എനിക്ക് വലിയ PS5 അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അത് നിങ്ങളെ യൂട്യൂബേഴ്സ് കുറേ ഉണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിലേക്ക് PS5 ഉണ്ടോ എന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിന് കൊണ്ടുകൊണ്ടുവരാണ്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ഈ ഗെയിം തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഏത് യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിലും അവൻ്റെ വീഡിയോ കാണും. തെറാപ്പിസ്റ്റ് വെച്ചാൽ ഈ ഫണ്ണായിട്ട് കുറച്ച് രസമുള്ളതായിരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട യൂട്യൂബർ പിന്നെ ഉള്ളത് മാൽബ്രോ ആണ്. ചിലവർക്കറിയാം, ചിലവർക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരു യൂട്യൂബറാണ് മാൽബ്രോ. മാൽബ്രോ ഈസ് വെരി ഫണ്ണി. അതിനേക്കാൾ ഫണ്ണിയാണ് റാൻഡമൈസ്. റാൻഡമൈസ് ഈസ് വെരി ഫണ്ണിയാണ്, കാരണം റാൻഡമൈസ് കൊമേഡിയനാണ്. എനിക്കിങ്ങനെ കാർ ഗെയിമൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാർ ഗെയിം സ്വന്തമായിട്ടൊരു PS5 അതൊക്കെ ആഗ്രഹിക്കാൻ കുറച്ച് വേണം. ശരിക്കില്ല അങ്ങനെയില്ല, PS5 അങ്ങനെ സാധനമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പൊട്ട PS5 ആവട്ടെ. എനിക്ക് കളിച്ച് ശീലമില്ല. എൻ്റെ വൈഫൈനെ ചെറുതായിട്ടൊക്കെ ചതിക്കുന്നെന്ന് തോന്നുന്നു, കാരണം ലാഗ് അടിപ്പിക്കുന്ന ഒരു കളി. ആടോ സോറി അറിയാം, അടാന്നൊക്കെ പറയും, അതിൻ്റെ ഒരു തെറ്റാണ്. യാഷിൻ കീപ്പറാണ്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എനിക്കത്ര കളിക്കാനൊന്നും അറിയില്ല, അയ്യോ. പക്ഷെ എന്നാലും ഞാനിങ്ങനെ കളിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല എന്നെക്കാട്ടി കുറേ പ്രോ പ്ലെയേഴ്സൊക്കെ ഇതിലുണ്ടാകുന്നു. ഡുവോനെ കൊണ്ടാണ് ലെഫ്റ്റിൽ കൂടെ അടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളിതിന് നല്ല പണി ഒപ്പിക്കും. എനിക്ക്
അവൻ ഫൗൾ ചെയ്യാൻ വന്നിട്ട് നല്ല അറ്റാക്കാണ് നടത്തിയത്. അപ്പോൾ ഞാൻ എന്തായാലും കളി തോറ്റിക്കണം, അത് ഉറപ്പാണ്. കാരണം 81 മിനിറ്റായിട്ട് ഒരു ഗോൾ പോലും അടിക്കാത്തില്ല പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പറയും ഞാൻ ന്യൂബ് പ്ലെയറാണ്. ആ കാര്യം ഗൈസ്, ഞാൻ ന്യൂബ് പ്ലെയറാണ്. കുറച്ച് അതൊക്കെ നിൽക്കണമെങ്കിൽ തോന്നുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇത് എന്താ വളരെ ഡേഞ്ചറായിട്ടൊരു ബോറിങ് ഗെയിമാണ് അതുകൊണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബോറിങ് ഗെയിമാണെങ്കിൽ ഉടനെ തന്നെ പറയാം, എന്നാലേ എനിക്ക് അതിൽ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പൊട്ടിയിട്ടുണ്ടായി, എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ലെറ്റ്സ് ബൈ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പറഞ്ഞമായിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്.